എടപ്പാൾ കണ്ടനകത്ത് വീടിന് സമീപത്തെ കുളത്തിലേക്ക് ഓയിലിന്റെ അംശമുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഉപേക്ഷിച്ചതുമൂലം ജലം മലിനമാകുന്നതായി പരാതി. ഈ നില തുടർന്നാൽ വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളത്തിൽ ഓയിലിന്റെ അംശം കലരുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. വീട്ടുകാരുടെ പരാതിയിൽ ആരോഗ്യ പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. എടപ്പാൾ കണ്ടനകത്ത് പെരിഞ്ചേരി വളപ്പിൽ ഗോവിന്ദൻ നായരുടെ വീട്ടിലെ കുളത്തിലും സമീപത്തെ കുളത്തിലുമാണ് ഓയിലിന്റെ അംശമുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഉപേക്ഷിച്ചതിനാൽ ജലം മലിനമായതായി പരാതിയുള്ളത്. തോട്ടം നനയ്ക്കുന്നതിനിടയിൽ വലിയ തോതിൽ ഓയിലിന്റെ ഗന്ധം ഉയർന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുളത്തിൽ നിന്നും ഓയിലിന്റെ അംശമുള്ള കുപ്പികളും മദ്യക്കുപ്പികളും കണ്ടെത്തിയത്. കുളത്തിന് സമീപത്തായി പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിടുന്ന ബസ്സുകളിൽ നിന്നും കുപ്പികളിൽ ശേഖരിക്കുന്ന ഓയിലുകൾ ഉപയോഗിച്ച ശേഷം കുളത്തിലേക്ക് ഇവ വലിച്ചെറിയുന്നതായാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് ഈ പെട്രോൾ പമ്പുകൾ തുടങ്ങിയത്. അതിനുശേഷം നമുക്കൊരു കുളമുണ്ട്, നേരെ തൊട്ട ഭാഗത്തിന്റെ കുളമുണ്ട്. അപ്പൊ ആ കുളത്തിനകത്ത് വേറെ ഒരു പാർട്ടിക്കും കുളമുണ്ട്, 2 കുളമുണ്ട് ഇവിടെ. ഈ 2 കുളത്തിലും കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഡീസലും വേസ്റ്റ് ഓയിലും നിറച്ച കുപ്പികൾ ഒരുപാടെണ്ണം കിടക്കണതിനകത്ത്. അങ്ങനെ വെള്ളം മുഴുവൻ വളരെ വൻതോതിൽ മലിനമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ അടുത്തൊരു ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ കുടിക്കുന്ന വെള്ളമുള്ള കിണറിലാണ്. അപ്പോൾ ആ കിണറിലേക്കൊക്കെ വൻതോതിൽ മലിനീകരണം വരാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ്. പിന്നെ ഈ തോട്ടം നനയ്ക്കുന്നത് മുഴുവൻ തോട്ടം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ഡീസലിന്റെ. വളരെയധികം ഡീസൽ കൊണ്ട് മലിനമായിരിക്കുന്നത്. പറമ്പിന് ചുറ്റും മതിലുള്ളതിനാൽ പുറത്തു നിന്നുള്ള വെള്ളം കുളത്തിലേക്ക് ഒഴുകിയെത്താറില്ല. ഈ നില തുടർന്നാൽ വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളത്തിൽ ഓയിലിന്റെ അംശം കലരുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. വീട്ടുകാരുടെ പരാതിയിൽ ആരോഗ്യ പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. NCV ന്യൂസ് എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.